ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും പ്രാഗൽഭ്യവും ദാനമായി തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും സകല ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. IPC ഷാർജ ക്രമീകരിച്ച ഈ കൺവെൻഷനിൽ പങ്കെടുത്ത ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് ലഭിച്ച സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ സഭയോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ അനേകരിവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു, വന്ദനം പറയുന്നു. പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതായ പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും മാതാപിതാക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയും. സാഹിത്യത്തിലൂടെ സുവിശേഷം ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ സാമ്പുട്ടി ഈ യോഗത്തിലുണ്ട്. പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ വെച്ച് അദ്ദേഹം എഴുതിയൊരു പുസ്തകം എനിക്ക് തന്നു. ഞാനത് ഇന്നുകൊണ്ട് വായിച്ച് തീർത്തു. അത്ര പെട്ടെന്ന് വായനാസുഖമുള്ള നല്ല ഹൃദയസ്പർശിയായ പുസ്തകമാണ്. അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് നല്ലതാണ്. നാം വളരെ വായിക്കുകയും വളരെ കേൾക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനം നമുക്ക് കൂടുതൽ കൂടുതൽ കേൾക്കാൻ അവസരം കിട്ടുന്നത് കൂടുതൽ ശുദ്ധീകരണത്തിനും കൂടുതൽ കാഴ്ചപ്പാടിനും കൂടുതൽ പ്രത്യാശയ്ക്കും കാരണമായി തീരട്ടെ. എല്ലാവർക്കും വന്ദനം ചെയ്യും. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സുവിശേഷ സന്ദേശം പ്രസംഗിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്ക് മനസ്സിലാകത്തക്കവണ്ണം പഠിപ്പിക്കുകയും കൂടെ ചെയ്യുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയും. ഈ വർഷത്തിൽ സുവിശേഷ സന്ദേശമായി കർത്താവിനെ ഫലമേൽപ്പിച്ച ഒരു സന്ദേശം ഈ സമാപന രാത്രിയിൽ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-27 വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അതേ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞു. കർത്താവേ, ഞങ്ങൾക്ക് നല്ലൊരു ഹോൾ ഇവിടെയുണ്ട്, നല്ലൊരു സഭ ഇവിടെയുണ്ട്, ധാരാളം ആളുകളുണ്ട്. എങ്കിലും അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾ വിനയത്തോടുകൂടെ സമ്മതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണ അളവിൽ വെളിപ്പെട്ടാൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു പ്രസക്തിയില്ല. അങ്ങയുടെ സാന്നിധ്യം തന്നെ എല്ലാം ചെയ്യുമല്ലോ. ഇന്ന് രാത്രിയിൽ അത് ഇവിടെ സംഭവിക്കണമേ. മേഘനിമിത്തം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കണക്കൂട്ടലുകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഓ ജീസസ്, ഈ ആലയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഞങ്ങൾ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകൾ കർത്താവ് പൊറുക്കണമേ. രാത്രി ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ദൈവം സംസാരിക്കണമേ. വചനത്താൽ ഞങ്ങളെ സ്പർശിക്കണമേ. വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്
യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മുൻവിധികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും. എപ്പോഴാണ് നാം തിരുവെഴുത്ത് അറിയുന്നത്? എപ്പോഴാണ് നാം ദൈവശക്തി അറിയുന്നത്? തിരുവെഴുത്ത് അറിയാനും ദൈവശക്തി അറിയാനും നമുക്ക് ആകെയുള്ളത് നമ്മുടെ ഈ മീറ്റിങ്ങുകളിലാണ്. അല്ലാത്തപ്പോൾ സമയം നമുക്ക് വളരെ കുറവാണ്. മീറ്റിങ്ങിലാണെങ്കിലും സമയം വളരെ കുറവാണ്. നമ്മുടെ കൺവെൻഷനുകളിൽ നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നു എങ്കിലും തിരുവെഴുത്തുകളെ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ ഒരു കൺവെൻഷൻ കൊണ്ട് നമുക്ക് സാധിക്കുമോ എന്ന് സംശയമാണ്. എന്നാൽ അതുകൂടാതെ ദൈവവചനം പഠിക്കാനോ ധ്യാനിക്കാനോ അവസരങ്ങൾ നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നത് ദുഃഖകരമായ സത്യമാണ്. ആകയാൽ സമയം ഉണ്ടാക്കി ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. 10 സന്ദേശങ്ങൾ വീതമുള്ള 3 MP3 കുറച്ച് കോപ്പി ഞാൻ ഇവിടെ പുറകിൽ സഹോദരന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് എടുത്തുകൊണ്ട് പോകാം. അത് കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ സാധിക്കും. അതിന് കൂടുതൽ പ്രയോജനം വരുന്ന നിലയിൽ അത് ക്ലാസ് ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വചനം പഠിക്കുവാൻ അത് പ്രയോജനപ്പെടും. നമ്മൾ പണ്ട് ജീവിച്ചതിനേക്കാൾ സൗകര്യങ്ങൾ ഒരുപാട് ദൈവം ഇപ്പോൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുക. നാം നിത്യതയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവർ ആണ്. കർത്താവായ യേശു പറഞ്ഞ ഈ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. കർത്താവ് തന്നെ നമുക്കത് ബോധ്യമാക്കി തരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ വചനത്തിലേക്ക് നോക്കാം. ഇവിടെ വന്നവരാരും യഥാർത്ഥത്തിൽ ഒരു ഭൗതിക ജോലിക്ക് വേണ്ടി അല്ലാതെ വന്നവർ അല്ല. ഒരു ഭൗതിക ജോലി നേടാൻ വേണ്ടിയും അതിലൂടെ സാമ്പത്തികമായ ഭദ്രത കൈവരിക്കുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നതും നിന്നതും അധ്വാനിക്കുന്നതും. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറഞ്ഞ വാക്യം വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നശിച്ചു പോകുന്ന ആഹാരം, നശിച്ചു പോകാത്ത ആഹാരം. ഏതാണ് നശിച്ചു പോകുന്ന ആഹാരം? ഏതാണ് നശിച്ചു പോകാത്ത ആഹാരം? ഇത് തിരിച്ചറിയണമെങ്കിൽ പശ്ചാത്തലം പരിശോധിക്കണം. പശ്ചാത്തലം എവിടെയാണ്? അതിന്റെ മുകളിലുള്ള 25 വാക്യങ്ങളിലാണ്. നമുക്കറിയാം, ഇന്നിവിടെ വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്നത് പോലെ നമുക്കത് ധ്യാനിക്കാം. ഒട്ടും ധൃതിയില്ല. യേശു കർത്താവിന്റെ പ്രഭാഷണത്തിന് വന്ന ആളുകൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഭക്ഷണം കൊടുക്കണം എന്ന് യേശു കർത്താവാണ് പറഞ്ഞത്. മീറ്റിംഗ് കഴിയുമ്പോൾ ഈറ്റിംഗിന്റെ പരിപാടി തുടങ്ങി വെച്ചത് നമ്മളല്ല, കർത്താവ് തന്നെയാണ്. കർത്താവ് അത് ആവിഷ്കരിച്ചപ്പോൾ അവിടെ ഇരുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ വിഷമാണ്. കാരണം മുൻകൂട്ടി ചിന്തിക്കാതെയാണ് കർത്താവ് അവതരിപ്പിച്ചത്. 5000 പുരുഷന്മാർ ഇരുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ 10,000-ഓ അതിൽ കൂടുതലോ ആളുകളെ നമുക്ക് കണക്ക് കൂട്ടാം. അത്രയും വലിയ ആൾക്കൂട്ടത്തിന് ഒരു മുന്നറിയിപ്പില്ലാതെ ഫുഡ് കൊടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അങ്ങനെയൊരു സന്ദർഭത്തിൽ കർത്താവ് അത്ഭുതത്തിലൂടെ അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം
അന്വേഷിച്ചു വന്നു. ഉദാഹരണത്തിന് ഇവിടെയാണ് ഈ സംഭവം നടന്നതെന്ന് സങ്കല്പിക്കാം. ഇന്നലെ യോഗം നടന്നു, അല്ലെങ്കിൽ ഇന്ന് യോഗം നടന്നു. അത്ഭുതത്തിലൂടെ അനേകർക്ക് യേശു അപ്പം കൊടുത്തു. നാളെ രാവിലെ ആളുകളെല്ലാം വീണ്ടും ഇവിടെ വരിക എന്ന് ചിന്തിക്കുക. നാളെ ഇവിടെ കൺവെൻഷൻ ഇല്ല. അപ്പൊ യേശു അവിടെ കാണുമെന്നോർത്ത് ഈ ആളുകളെല്ലാം പിറ്റേ ദിവസം അതേ സ്ഥലത്ത് വന്നപ്പോ കർത്താവ് അവരെ ആദരിച്ചില്ലെന്ന് മാത്രമല്ല, അവഗണിക്കുക മാത്രമല്ല, അപമാനിക്കുക ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതാണ് നിങ്ങൾ വായിച്ച 26-ാം വാക്യം. അത് മനസ്സിലാക്കാൻ വേണ്ടി 22 മുതൽ ഒന്ന് വായിപ്പിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാൽ 22 മുതൽ. പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരുടെ കൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബര്യാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞു. കബർനഹൂമിലെത്തി കടലിനക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്കും നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അപമാനിക്കുന്ന നിലയിലല്ല സംസാരിച്ചത്. അങ്ങനെ ഞാനോ മറ്റാരെങ്കിലോ പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയം പോകില്ല. ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കാണാനിട്ട് പിന്നെ കിട്ടിയ വള്ളത്തെ കയറി വേറൊരു സ്ഥലത്ത് ചെന്ന് ഈശോമിശിഹായെ കണ്ടെത്തിയപ്പോ വലിയ ബഹുമാനത്തോടുകൂടെ, കർത്താവേ നീ എപ്പോഴാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പോഴാ വന്നതെന്ന് പറഞ്ഞാൽ പോലെ കർത്താവ് പറയാം, മതി മതി കൂടുതൽ മോശം എന്ന് പറയണ്ട, നിങ്ങൾ വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതിനുവേണ്ടി വരികയും വേണ്ട. ഇന്നലെ തന്നു, ഇനി തരുന്നതല്ല എന്ന് പറഞ്ഞാൽ എന്തായി പറയുന്നത്? ഭക്ഷണത്തിന് വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർക്ക് ഇഷ്ടപ്പെടും. കർത്താവ് അങ്ങനെ ഇച്ചിരി കട്ടയായിട്ടാണ് പറഞ്ഞത്. അതൊരു വേദനിപ്പിക്കുന്ന വാക്കല്ലേ? അതെ. എന്താ അങ്ങനെ പറഞ്ഞത്? മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ള ചിന്തകളെ മുറിച്ചു മാറ്റണമെങ്കിൽ വേദനിപ്പിക്കാതെ പറ്റുകയില്ല. മനുഷ്യൻ ആഴത്തിൽ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ കാര്യങ്ങളെ അവന്റെ മനസ്സിൽ നിന്ന് മുറിച്ച് മാറ്റണമെങ്കിൽ ഇച്ചിരി വേദനിപ്പിക്കാതെ പറ്റത്തില്ല. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മനുഷ്യരെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയാണ് ദൈവത്തെ വിളിക്കുന്നത്. മനുഷ്യരെല്ലാം എന്ന് പറഞ്ഞതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി മാറ്റം വരുത്താം. ഭൗതികതയ്ക്ക് വേണ്ടി അല്ലാതെ ദൈവത്തെ വിളിച്ച് ആരുണ്ട്? കുറെ ദിവസമായിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നൊരാഗ്രഹം, അതിനുവേണ്ടി ഞാൻ കർത്താവിനെ വിളിച്ചത് എന്ന് സാക്ഷി പറഞ്ഞ ആരെയും ഞാൻ കേട്ടിട്ടില്ല. ഒരു പനിയോ ഒരു തലവേദനയോ ഒരു പ്രശ്നം എന്തോ വന്നപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയതാണ് ഒരു പരിധി വരെ ഇതിലേക്ക് തിരിയാനുള്ള കാരണം. ഇനി സാക്ഷ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് കേട്ടു നോക്കി. 90% ഭൗതിക നേട്ടങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്കൊരു സൈക്കിളേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എനിക്ക് ഒരുപാട് വണ്ടികളുണ്ടെന്നൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ആകത്തുക കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ഇതിനെ തിരുത്താൻ എളുപ്പമല്ലാത്തതുകൊണ്ടാണ് മുറിച്ചത്. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാം ഭൗതികതയുള്ള ഒരുപാട് പേര് ഈശോ
നീട്ടമൊന്നും ചെയ്യരുത്. ദൈവം ഇല്ലെന്ന് പോലും ചിന്തിക്കുന്ന ആളുകളാണ് വൻകിട കോടീശ്വരന്മാർ. അതിൽപ്പെട്ട ഒരാള് അയാളുടെ ഭാര്യയ്ക്ക് കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് മേടിച്ചു കൊടുത്തത് ഒരു പ്ലെയിനാണ്. പ്ലാസ്റ്റിക്കിന്റെ കളിക്കുന്ന പ്ലെയിനല്ല, വലിയ ജെറ്റാണ് മേടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ കൊടുത്ത ഒരു വലിയ ഫ്ലാറ്റാന്ന് പറയുന്നത് കേട്ടോ. എത്രയോ അല്ല, കോടികളുടെ വിലയുള്ള. ഇനിയപ്പോ അടുത്ത ബർത്ത്ഡേക്ക് എന്നാ കൊടുക്കും? അമ്പിളിയമ്മാവനെ മേടിച്ചു കൊടുക്കും. ഇത് ആവശ്യമാണ് നോക്കട്ടെ. അപ്പൊ ഭൗതികത ആണോ യഥാർത്ഥത്തിൽ അനുഗ്രഹത്തിന്റെ ലക്ഷണം? അങ്ങനെ ഒരു ധാരണ ജനത്തിന്റെ ഇടയിൽ വന്നാൽ അത് നല്ലതല്ല. അപ്പൊ ഇത് ചിന്ത പഠിക്കുമ്പോൾ ബാലൻസ് ചെയ്ത് പോവുകയും വേണം. എന്റെ പാസ്റ്റർ ഇപ്പൊ കുഴഞ്ഞോ, ഇപ്പൊ വന്നത് തന്നെ ജോലിയുടെ വിഷയത്തിൽ ഒരു വിടുതൽ കിട്ടുമെന്ന് പ്രാർത്ഥിക്കാനാ വന്നു. ഇപ്പൊ തന്നെ എല്ലാം നശിപ്പിക്കുകയാണ്. ഇതൊന്നും നശിപ്പിക്കുകയല്ല, ജോലിയുടെ കാര്യത്തിലുള്ള വിഷയം പറയാം, ഇത് കഴിയുമ്പോൾ വരുന്നു. ഭൗതിക കാര്യങ്ങളുടെ വിടുതൽ ആണ് സുവിശേഷത്തിലെ പ്രധാന അജണ്ട എങ്കിൽ നമുക്ക് തെറ്റുപറ്റി. അപ്പൊ പേടിക്കണ്ട. ഭൗതികത്തിൽ യേശു സഹായിക്കുമോ? 100% സഹായിക്കും. അത് പറയാം. ഇതൊന്നും പറയാം, മറ്റേത് പറയാതിരിക്കുക, അത് അപകടമാണ്. രണ്ടും പറയാം, രണ്ട് പതിനത്തിലുണ്ട്. അതിന്റെ മുൻഗണനാ ക്രമത്തിൽ തന്നെ പറയാം. എന്നാൽ യേശു ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞ കാര്യം, പ്രാധാന്യതയോടുകൂടെ പറഞ്ഞ കാര്യം, പ്രാധാന്യതയോടുകൂടെ തന്നെ പറയേണ്ടതല്ലേ ഒരു സുവിശേഷകന്റെ ചുമതല. അതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയുകയാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടാനോ സ്കാരപ്പെടാനോ ഒന്നും വന്നതല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകാനോ വന്നതല്ല, നിങ്ങൾ ഭൗതികത്തിൽ വന്നതാണെന്ന് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളുടെ കാര്യമല്ലേ പറയുന്നത്, ഞാൻ ഇവിടെ പുസ്തകത്തിലെ കാര്യം പറയുന്നത്. അതുകൊണ്ട് നശിച്ചു പോകുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ പുറകെ വരണ്ട. അത് തരുന്ന വേറെ ആൾക്കാരുണ്ട്, അവർക്ക് പുറകെ വയ്ക്കോളൂ. എന്റെ പുറകെ വരുന്നെങ്കിൽ നിത്യജീവന് വേണ്ടി വരണം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിത്യജീവൻ എന്ന പ്രോഗ്രാം വേറെ ആർക്കും ഇല്ല. വേറെ ആർക്കും ഇല്ലെന്ന്, അത് യേശുവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര ധന്യരാണ്. നമ്മൾ യേശുവിനെ സേവിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. 10 കൊല്ലത്തെ 20 കൊല്ലത്തെ 30 കൊല്ലത്തെ പ്രോജക്റ്റിനാണോ ദൈവത്തെ വിളിക്കുന്നത്? യേശു കർത്താവിന്റെ മനസ്സിൽ നശിക്കാത്ത ഒരു ലോകമുണ്ട്, നശിക്കാത്ത ഒരു രാജാവുണ്ട്, നശിക്കാത്ത ഒരു രാജ്യമുണ്ട്, നശിക്കാത്ത ഒരു ഭരണമുണ്ട്, നശിക്കാത്ത ഒരു ജീവിതമുണ്ട്, നശിക്കാത്ത ഒരു ശരീരമുണ്ട്, നശിക്കാത്ത ഭക്ഷണമുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാ യേശു നടക്കുന്നത്. അത് പറയാനാ യേശു വന്നു. പക്ഷെ അതിലോട്ടൊന്നും തിരിയാൻ പോലും മനുഷ്യർക്ക് താല്പര്യമില്ല. അവരുടെ മനസ്സിൽ പിന്നെ ഭൗതികതയാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം, കർത്താവേ, എനിക്ക് വേണ്ടത് നിത്യജീവനാണ്. യേശു കർത്താവ് വളരെ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞ ഈ കാര്യത്തെ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമുക്ക് കാണാം. കർത്താവായ യേശു നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കാനാണ് വന്നത്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കുവാനാണ് വന്നത്. നമുക്കത് ഒത്തില്ലെങ്കിൽ, അത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ യേശുവിന്റെ പിന്നാലെ പോയത് വലിയ നഷ്ടക്കച്ചവടം തന്നെയാണ്. നമുക്കിവിടെ നോക്കാം. ഈ അധ്യായത്തിന് 71 വാക്യങ്ങളും. ഈ അധ്യായം മുഴുവൻ പ്രസംഗിക്കും.
21 വാക്യങ്ങളുള്ളതിൽ 21 വാക്യങ്ങൾ വരെ 2 പാരഗ്രാഫാണ്. അതിൽ 14 വാക്യം വരെയുള്ള ഒന്നാമത്തെ പാരഗ്രാഫിലെ വിഷയം 5 അപ്പത്തിലെ അത്ഭുതം. 15 മുതൽ 21 വരെയുള്ള രണ്ടാമത്തെ പാരഗ്രാഫിലെ വിഷയം കടലിലെ അത്ഭുതം. പിന്നെയുള്ള 50 വാക്യങ്ങൾ അത്ഭുതമല്ല, ഉപദേശം. അങ്ങനെയാണെങ്കിൽ ബൈബിളിന്റെ ഒരു പിക്ചർ തന്നെ ഈ അധ്യായത്തിലുണ്ട്. അത്ഭുതങ്ങളില്ലേ? ഉണ്ട്. പക്ഷെ പ്രാധാന്യം എങ്ങനെയാണ്? ഉപദേശത്തിനാണ്. യേശു കർത്താവ് ആദ്യത്തെ 2 പാരഗ്രാഫിനകത്ത് 21 വാക്യങ്ങൾക്കുള്ളിൽ 2 മഹാത്ഭുതങ്ങളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞു വിട്ടു, അഥവാ എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ചു. അതിനുശേഷം നീണ്ട 50 വാക്യങ്ങൾ ഉപയോഗിച്ച് ഉപദേശങ്ങൾ പറയുകയാണ്. ഉപദേശം പറഞ്ഞ് ഒടുവിലേക്ക് വന്നപ്പോൾ വാക്യം 66 ഒന്ന് വായിച്ചത്. 66. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. കേട്ടോ, ഇതാണ് ഉപദേശത്തിന്റെ കുഴപ്പം. ആദ്യത്തെ സംഭവങ്ങൾ ആളുകളെ കൂട്ടി, എന്നാൽ ഒടുവിലത്തെ പരിപാടി ആളുകളെ കുറച്ചു. ഉടനെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കർത്താവിന്റെ കൂടെ നിന്നൊരു അഭിപ്രായം ഉണ്ടായി. വായിക്കാം. ആകയാൽ യേശു പന്ത്രവരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. കർത്താവ് ഉടനെ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി. അവർക്കും ഒരു ചെറിയ അങ്കലാപ്പുണ്ട്. കാരണം മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് എന്നാ രസമായിരുന്നു. ഈ ഉപദേശം എല്ലാം ഇങ്ങനെ പറയണ്ടായിരുന്നു. ഈ ആളുകളെല്ലാം പോയില്ലേ? ശിഷ്യന്മാർക്കും എന്തെന്നില്ലാത്ത ഒരു ദുഃഖം മുഖത്ത് കണ്ടു. അപ്പോൾ കർത്താവ് അവരോട് പറയാ, നിങ്ങൾക്കും പോണെങ്കിൽ പോകാം, ഉപദേശത്തിൽ മാറ്റം വരുത്താൻ പ്ലാനില്ല. ഈ ഉപദേശത്തിൽ ഞാൻ തുടരും. നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. ഈ യേശുവിനെയാണ് ഞാൻ നിങ്ങൾ പിൻപറ്റുന്നത്. ഈ യേശുവിനെ പിൻപറ്റാൻ തയ്യാറുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പത്രോസ് പറയും, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പത്രോസോട് ചോദിക്കാം, എന്തുകൊണ്ട് നിനക്ക് യേശുവിനെ വിട്ടുകൂടാ? എന്തുകൊണ്ട് നിനക്ക് യേശുവിനെ ഉപേക്ഷിച്ചുകൂടാ? ഉത്തരം, അവന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ അനുഭവം, നീ അല്ലയോ എന്റെ അമ്മായിയെ പനിമാറ്റിയത്? പറഞ്ഞില്ല. നീയല്ലോ എനിക്ക് മീൻ പിടിച്ചു തന്നത്? അത് പറഞ്ഞില്ല. നീയല്ലയോ ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്നെ വലിച്ചു കയറ്റിയത്? ഇതൊന്നും പറഞ്ഞില്ല. പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയാത്തത് നിന്റെ വചനങ്ങളാണ്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്, നിന്റെ പക്കലേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ യേശുവിനെ വിട്ടുപോകാൻ കഴിയാതെ വണ്ണം എന്റെ യേശുവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടകമേത് എന്ന് കണ്ടെത്തുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അവന്റെ വചനമാണ് നമ്മെ അവനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതെങ്കിലേ നമുക്ക് അങ്ങുവരെയും എത്താൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഇങ്ങനെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും അത്ഭുതം പ്രവർത്തിച്ചപ്പോഴും ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ ഉപദേശം പറഞ്ഞപ്പോൾ ആളുകൾ പിരിഞ്ഞുപോയി. എന്തായിരുന്നു ഉപദേശം? ഉപദേശം കഠിനമായിരുന്നു. കർത്താവായ യേശു പറയുകയാണ്, ഇന്നലെ ഞാൻ തന്ന അപ്പം നിങ്ങൾ തിന്നു, എന്നാൽ ഇനി ഞാനൊരു അപ്പം തരാൻ പോവുക. ഇന്നലെ തന്ന അപ്പം നശിച്ചു പോകുന്ന അപ്പമാണ്. അത് ആ അപ്പം നശിച്ചു പോകും, അത് തിന്നുന്നത് നശിച്ചു പോകും. എന്നാൽ ഇനി ഞാനൊരു അപ്പം തരും, അത് തിന്നാൽ നിങ്ങൾ നശിക്കുകയില്ല.
ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ശരീരവും രക്തവും തരുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നത്. ഇതാണ് ഈ അധ്യായത്തിലെ വിഷയം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ക്രൂശിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമയും നിത്യജീവനും പുത്രത്വവും അവകാശവും അത്രേ കർത്താവ് അർത്ഥമാക്കിയ ഉപദേശ വിഷയം. അതിൽ തന്നെ നിൽക്കുവാനും അതിൽ ആഴത്തിൽ വേരൂത്തുവാനും എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ചോദ്യം, ഭൗതിക കാര്യങ്ങളോ? ഭൗതിക കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാവോ? യേശു കർത്താവിനോട് ചോദിക്കാവോ? ഭൗതിക കാര്യങ്ങൾ കേട്ടി പ്രാർത്ഥിക്കാമോ? പാടില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. ഭൗതികമായ ഒന്നും മിണ്ടരുത്, ഒന്നും ചോദിക്കാനേ പാടില്ല, പ്രാർത്ഥിക്കാനേ പാടില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഭൗതിക കാര്യങ്ങളിൽ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. ഫിലിപ്പിയർ 4:6 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പൊ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്തിനെ കുറിച്ചാണ് വിചാരപ്പെടുന്നത്? ഒരു സംശയം വേണ്ട, ഭൗതിക കാര്യത്തെ കുറിച്ചാണ് വിചാരപ്പെടുന്നത്. മുഴുവൻ ഭൗതിക വിഷയമാണ്. അപ്പൊ ഭൗതിക വിഷയത്തിൽ വിചാരപ്പെടുന്നവരോട് ബൈബിളിൽ പറയാനുള്ളത് ഇതാണ്: വിചാരപ്പെടേണ്ട. ആ വിചാരപ്പെട്ട വിഷയം മുഴുവനും സ്തോത്രവും കൂടെ ചേർത്തിട്ട് കർത്താവിനോട് പറഞ്ഞാൽ മതി. വിചാരപ്പെടുന്ന വിഷയം സ്തോത്രവും കൂടെ ചേർത്ത് കർത്താവിനോട് പറഞ്ഞാൽ മതി. അപ്പൊ എന്ത് കിട്ടും? എന്താ കിട്ടുന്നതോടെ എഴുതിയിട്ടുണ്ട്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ജനങ്ങളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഞാൻ എന്റെ ആദ്യകാല വേദപുസ്തക പഠനത്തിൽ ആ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: എനിക്കിപ്പോ ഒരു 16 വിഷയത്തിൽ ടെൻഷനുണ്ട്. ഞാൻ അതെല്ലാം കൂടെ സ്വതന്ത്രം ചെയ്ത് ദൈവത്തോടെ അറിയിച്ചാൽ അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേരോ 14 ശരിയാവുന്ന ഞാൻ ധരിച്ചിരുന്നു. എന്നാ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. 16 ടെൻഷൻ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് സ്വതന്ത്രം ചെയ്തു. ഉടനെ കർത്താവ് എനിക്ക് ഒരു കാര്യം തരും: സമാധാനം. സകല ബുദ്ധിയായി കഴിയുന്ന ദൈവിക സമാധാനം ഇങ്ങനെ തരും. അയ്യോ, സമാധാനം അല്ലല്ലോ ഞാൻ ചോദിച്ചത്. അത് കുഴപ്പമില്ല. സമാധാനം ഇനി വന്നു കഴിയുമ്പോ ഈ 16 കാര്യവും കിട്ടിയില്ലേലും ഉറങ്ങാൻ പറ്റും, കിട്ടിയില്ലേലും ജീവിക്കാൻ പറ്റും. അതായത് നിന്റെ പ്രശ്നങ്ങളെ ദൈവം ചിലപ്പോൾ തൊട്ടില്ലെങ്കിലും നിന്റെ ദൈവം തൊടും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നിനക്ക് തരും. ഇന്ന് 10,000 പ്രശ്നവുമായിട്ടാണ് നീ ഇവിടെ വന്നതെങ്കിലും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അത് വെച്ചാൽ ഇവിടെ ഒന്ന് പോകുമ്പോൾ ആ ഭാരം ഇവിടെ ഇട്ടിട്ട് പോകത്തക്കവണ്ണം ഒരു അമിത ബലം നിന്റെ മേൽ അയച്ച് ദൈവം ഇവിടുന്ന് പറഞ്ഞയക്കും. അതുകൊണ്ട് ഭൗതിക വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കരുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മാത്രവുമല്ല, ഭൗതിക വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരും, ഇന്നും തരും. അങ്ങനെയാണെങ്കിൽ ഭൗതിക കാര്യങ്ങളോട് ദൈവമക്കളുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരുന്നു കർത്താവിന്റെ മനോഭാവം? ഞാൻ വിശദീകരിക്കാം. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ഏതൊരാളുടെയും ഭൗതിക ആദ്യം അറ്റൻഡ് ചെയ്തു. 10 കുഷ്ഠരോഗി തരിക. നീ മനസ്സാന്തരപ്പെട്ടാണോ? ചോദിച്ചില്ല. നീ ഏത് കൂട്ടായ്മയിലാണോ? ചോദിച്ചില്ല. നാളെ ഞാനിവിടെ കൂട്ടായ്മ തുടങ്ങുന്നതിനകത്ത് വരും, അതും പറഞ്ഞില്ല. അവന്റെ കരച്ചിൽ കണ്ടപ്പോ ഓക്കെ പൊക്കോ, സൗഖ്യം. കർത്താവ് സൗഖ്യമാക്കിയതും അത്ഭുതം ചെയ്തതും ഒക്കെ മനസ്സലിട്ടിട്ട. മനുഷ്യന്റെ നിലവിളിയുടെ മുമ്പിൽ, ആവശ്യത്തിന്റെ മുമ്പിൽ അവൻ ഒഴുകുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു, അലിയുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു.
കിട്ടി, ഇവന് നിത്യജീവനും കൂടെ ലഭിച്ചു. മറ്റവർക്ക് രോഗസൗഖ്യം കിട്ടി, പക്ഷെ ഇവന് നിത്യജീവനും കൂടെ കിട്ടി. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് വേണമെങ്കിൽ പഠിച്ചു. രോഗസൗഖ്യം കിട്ടിയ ചിലരും നരകത്തിൽ കാണും. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഞാൻ ദൈവത്തിന്റെ വചനമാണ്. ഇനി അടുത്തതോടെ കേട്ടണം. രോഗസൗഖ്യം കൊടുത്ത ചിലരും കാണും. അത്ഭുതങ്ങൾ അനുഭവിച്ച ചിലരും അത്ഭുതങ്ങൾ നടത്തിയ ചിലരും നാശത്തിൽ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ നിത്യജീവൻ പ്രാപിച്ചവൻ മാത്രം നഷ്ടപ്പെടുകയില്ല, നഷ്ടപ്പെടുകയില്ല, നഷ്ടപ്പെടുകയില്ല. ഇത് നമ്മളെ വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ്. ഭൗതിക കാര്യങ്ങളിൽ കർത്താവ് മനുഷ്യനെ സഹായിക്കും, ഒരു സംശയവുമില്ല. യേശുവിന്റെ മനോഭാവം എന്റെ എളിയ പഠനത്തിൽ കണ്ടത്, വരുന്നവൻ ആരെ ഏതെന്ന് നോക്കാതെ അവന്റെ ആവശ്യം നടത്തി കൊടുത്തിട്ടുണ്ട് യേശു. കുളക്കരയിൽ ഇരുന്ന പക്ഷപാതക്കാരനോട് എഴുതി നടക്കാൻ പറഞ്ഞു. എഴുതിട്ടോ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട് പറയുക, അധികം തിന്മയത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യുന്നു. എനിക്കത് വാക്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട് കർത്താവിന്റെ. എന്റെ കർത്താവ് 38 കൊല്ലം തളർന്നു കിടന്നതിനേക്കാൾ വലിയ തിന്മയാണ്. 38 കൊല്ലം കിടന്ന മനുഷ്യനോട് സൗഖ്യമായ ശേഷം പറയുക, അധികം തിന്മയായത് ഭാവിക്കാതിരിക്കാൻ പാപം ചെയ്യുന്നു. അപ്പൊ അധികം തിന്മയെന്ന് പറഞ്ഞാൽ ഒരു 38 കിടക്കുമായിരിക്കും. എത്ര രൂപ? അതല്ല, നിത്യനാശത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്. നിത്യനാശത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശു എപ്പോഴും മനുഷ്യനെ ആത്മാവുള്ളവനായിട്ടാണ് കാണുന്നത്. നിത്യതയുടെ കണ്ണാണ് കർത്താവിന്, നിത്യതയുടെ വീക്ഷണമാണ് യേശു കർത്താവിന്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, ഈ കിട്ടിയ സൗഖ്യത്തെക്കാൾ പ്രധാനം നിത്യജീവനാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലോ പ്രിയപ്പെട്ടവരെ. ഈ സത്യം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. സുവിശേഷത്തിന്റെ സത്യം തിരിച്ചറിയുവാൻ ഇടയായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. രോഗികൾ വന്നപ്പോൾ സൗഖ്യം, വിശന്നവർ വന്നപ്പോൾ ഭക്ഷണം, പ്രശ്നങ്ങൾ വന്നപ്പോൾ പരിഹാരം, കാറ്റ് കോളം, ഇതിനെല്ലാം പരിഹാരം. യേശു കർത്താവ് മനുഷ്യന്റെ ഭൗതിക കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഒരു മനുഷ്യൻ ദൈവഭാഗത്തേക്ക് വരുമ്പോൾ അവൻ ആദ്യം അവന്റെ ഭൗതിക കാര്യത്തിൽ ഒരു മോചനമാണ് വേണ്ടത്. അവൻ ആദ്യം വേണ്ടത് രോഗസൗഖ്യമോ സാമ്പത്തിക വിടുതലോ ഒക്കെ അവന് വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒട്ടും മടിക്കണ്ട. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാവും. സാമ്പത്തിക വിഷയത്തിൽ വിടുതലുണ്ടാവും, രോഗത്തിൽ വിടുതലുണ്ടാകും. അന്ന് അത്ഭുതം പ്രവർത്തിച്ചവർ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. അതിൽ ലജ്ജിക്കണ്ട, അതിൽ മടിക്കണ്ട. അത് കണ്ടല്ല, അത് വിപ്ലിക്കല. യേശു കർത്താവ് അങ്ങനെയാ ചെയ്തത്. എന്നാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കൂട്ടങ്ങൾ അതപ്പതിച്ചെങ്കിൽ നാം ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അനൗൺസ് ചെയ്യാൻ പോലും ആളില്ലാതെ പോയാൽ ദുഃഖകരമാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം എടുക്കട്ടെ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈ വയ്ക്കാൻ പറഞ്ഞു. ആരുമില്ല കൈ വയ്ക്കാൻ. അതിന് പ്രത്യേകം വരവുണ്ടാവണമെന്ന് യേശു പറഞ്ഞില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് കൊടുത്ത അധികാരമാണ് രോഗികളുടെ മേൽ കൈവച്ചോളാൻ. അതിന്റെ റിസൾട്ട് നോക്കാനും പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ നാമത്തിൽ ഇത് ചെയ്യാനാ പറഞ്ഞത്. മനുഷ്യർക്ക് സൗഖ്യം ആവശ്യമുണ്ട്, മനുഷ്യർക്ക് വിടുതൽ ആവശ്യമുണ്ട്, മനുഷ്യർക്ക് ആശ്വാസം ആവശ്യമുണ്ട്. അത് സുവിശേഷത്തിൽ ഉണ്ട്. യേശു അതിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. യേശു ഇങ്ങനെ പ്രവർത്തിച്ചു. മനുഷ്യന്റെ താൽക്കാലിക ആവശ്യം, ഭൗതിക ആവശ്യം, അത് ഒന്നാമത് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഒന്നാമത് കൊടുത്തുവെങ്കിലും അതല്ല ഒന്നാമത്തേത് എന്ന് പഠിപ്പിച്ചു. അത് സാധിപ്പിച്ചു കൊടുത്തുവെങ്കിലും അതല്ല പ്രധാനമെന്ന് പഠിപ്പിച്ചു. അവിടേക്കാണ് നമ്മൾ ഇന്ന് രാത്രി കടക്കുന്നത്. തലേ ദിവസം അത്ഭുതത്തിലൂടെ അപ്പം കൊടുത്ത കർത്താവ്
പിറ്റേ ദിവസം വന്നവരോട് പറയുകയാണ്, ഇനിയും അപ്പത്തിന്റെ പരിപാടിക്ക് വേണ്ടി വരണ്ട, നിത്യജീവന് വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഭൗതിക കാര്യങ്ങളിൽ ഒരു ക്രിസ്തീയ മനോഭാവം എന്തായിരിക്കണം, അഥവാ ഒരു വിശ്വാസിയുടെ മനോഭാവം എന്തായിരിക്കണം? ബൈബിൾ എന്ന് പഠിപ്പിക്കുന്നു. 3 കുറിപ്പ് ആ വിഷയത്തിൽ പറയാം. ഒന്ന്, പെട്ടെന്ന് എടുക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഭൗതിക കാര്യത്തിൽ കർത്താവായ യേശു അഥവാ ബൈബിൾ എന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം. ഒന്നാമത്തെ പ്രമാണമാണിത്. ഇത് ഉപദേശ വിഷയമാണ്, ഇത് പ്രമാണമാണ്. ഇത് ഇനിയൊരു 100 കൊല്ലങ്ങൾ മുമ്പോട്ട് പോയാലും ഇത് തന്നെയായിരിക്കും പ്രമാണം, മാറത്തില്ല. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ക്രമത്തിലായിക്കൊള്ളും. അതോടുകൂടെ ഇതൊക്കെയും എന്ന് എഴുതിയിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് 25-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞേച്ചാണ് ഒടുവിൽ പറയുന്നത്, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതെല്ലാം ശരിയായി പോകും. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഭൂലോകം മുഴുവൻ വിലയ്ക്ക് മേടിക്കാമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിങ്ങൾ വലിയാകേണ്ടി വരികയില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്ന ടെൻഷനിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അത് മറക്കരുത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സ്തോത്രം. പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൗതിക വിഷയത്തിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കുക മാത്രമാണോ? അല്ല, പ്രായോഗികമായ ഒരു സമീപനമുണ്ട്. അതിവിടെ പറഞ്ഞിരിക്കുകയാണ്. മത്തായി 6:23 മുതൽ 33 വരെ ആ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് 3 കാര്യമാണ് എനിക്ക് ധ്യാനിക്കാൻ കഴിഞ്ഞത്. 1, നീ പ്രകൃതിയിലേക്ക് നോക്കുക. 2, നീ നിന്നിലേക്ക് നോക്കുക. 3, നീ ദൈവത്തിലേക്ക് നോക്കുക. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതായിട്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ആകാശത്തിലെ പറവകളെ നോക്കുകയും വയലിലെ താമരയെ നോക്കുകയും. അർത്ഥം, പ്രകൃതിയിലേക്ക് നോക്കുക. ആകാശത്തിലെ പറവയെ നോക്കുക. കർത്താവ് പറയാ, നോക്ക്. അതിനെന്തൊരു സന്തോഷമാണ്, അതിനെന്തൊരു ഉല്ലാസമാണ്, അതിനൊരു ടെൻഷൻ ഇല്ലല്ലോ. എന്താ കാരണം? അതിനെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. വയലിലെ താമരയെ നോക്ക്. അതിന്റെ ഡിസൈൻ ചെയ്തത് ആരാ? അതിന് പെയിന്റ് കൊടുത്തത് ആരാ? അതിന് കളറടിച്ചത് ആരാ? അതിന്റെ ഷേപ്പ് ആരാ ഉണ്ടാക്കിയത്? നിനക്കൊന്ന് ചിന്തിക്കാമോ? ഇതിന്റെ പുറകിൽ ഒരു ദൈവമുണ്ട്. നീ പ്രകൃതിയിലേക്ക് നോക്ക്. 2ാം യേശു പറയുകയാണ്, നീ നിന്നിലേക്ക് നോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എഴുതിയിരിക്കുന്നു, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വിലയേറിയതാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഉടുപ്പ് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. പക്ഷെ ശരീരം എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ശരീരം ഇല്ലെങ്കിൽ ഉടുപ്പ് വേണ്ട.
ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ ഇത്ര കൃത്യമാണ് നടത്തുന്നത് ആരാ? ഇന്ന് രാത്രി വേറെ ഒന്നും വേണ്ട, നന്ദി പറയാം. നീ നിന്റെ ശരീരത്തിലോട്ട് നോക്കിയിട്ട് നന്ദി കർത്താവേ എന്ന് പറ. കർത്താവ് പറയാ, നീ നിന്നിലേക്ക് നോക്ക്. ഈ കണ്ണുകൾ എത്ര പവർഫുള്ളാ, ഈ ചെവികൾ എത്ര ശക്തമാ, ഈ നാവ് എത്ര മനോഹരമാ. ഇതൊക്കെ സൃഷ്ടിച്ചത് ദൈവമല്ലേ? നീ വിലക്ക് മേടിച്ചത് ഒന്നുമില്ല. ഇതിന്റെ മുകളിലിരുന്ന ഈ ഒരു കവിയനാണ് നീ മേടിച്ചത്. ഇതിന്റെ വില കൂടിയതല്ല, ഫ്രീയാ. വില കൂടിയതല്ല, ഫ്രീയാ. സ്വതന്ത്രം 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 സ്വതന്ത്രം. മനുഷ്യൻ അല്പം പോലും അഹങ്കരിക്കരുത്, അല്പം പോലും വിലക്കരുത്. മുട്ടുകുത്തി നന്ദി പറഞ്ഞോളൂ. നീ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. എന്നോടാ പട്ടാളക്കാരൻ പറഞ്ഞത്, പാസ്റ്ററേ, ഇങ്ങനെയൊക്കെ നടുവല്ല വന്നെങ്കിലും ഒരു കാര്യത്തിൽ ഞാനിപ്പോ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ബൈബിൾ തുറക്കത്തില്ല. സത്യക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ഞാൻ ഈ 55 വയസ്സ് വരെ ബൈബിൾ വായിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ എനിക്കൊന്നിനും പോകാൻ വരാത്തതുകൊണ്ട് ഞാൻ ഈ കിടന്ന കിടപ്പിൽ വായനയും ഇങ്ങനെ വല്ല ക്രിസ്തീയ പരിപാടി ഉണ്ടെ കണ്ടുകൊണ്ടിരിക്കുക. കിടക്കുന്നതിന് മുമ്പ് തന്നെ വായിക്കാൻ ഇടയായ നീ ഭാഗ്യമുള്ളവരല്ലേ? കിടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ ദൈവവചനം വായിക്കാൻ ഇടയായെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ? സ്തോത്രം. പരസഹായം കൂടാതെ ഓടി നടക്കാൻ ആരോഗ്യമുള്ളപ്പോൾ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ നീ ഭാഗ്യമുള്ളവനാണ്. ആശുപത്രി കിടക്കയിൽ എത്തുന്നതിന് മുമ്പ് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. സ്തോത്രം. ഭൗതിക വിഷയത്തിൽ കർത്താവിന് പറയാനുള്ള തത്വം ഇതാണ്. നീ ആ പ്രകൃതിയൊക്കെ ഒന്ന് കാണാം, കണ്ടിട്ട് പറ, ഇതൊന്നും മനുഷ്യൻ നടത്തുന്നതല്ല, അതിന്റെ പുറകിൽ ഒരു തമ്പുരാനുണ്ട്. നീ നിന്നിലോട്ട് നോക്കിയിട്ട് പറ, ഇതിന്റെ യഥാർത്ഥ സംഭവം ദൈവത്തിന്റെ കയ്യിൽ. മൂന്നാമത് പറയുകയാണ്, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്താ ഈ മുന്നമേ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ? മുന്നമേ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി മാറ്റുക. എല്ലാറ്റിനേക്കാളും പ്രധാനം ദൈവത്തിന് എന്ന ചിന്ത. ഇത്രയുള്ള എൻ്റെ കാര്യം. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കുകയല്ല, എല്ലാം കുഴയുമ്പോൾ ദൈവത്തെ വിളിക്കുകയല്ല. ഒന്നും കുഴയാത്തപ്പോഴും എല്ലാം ഓക്കെ ആയിരിക്കുമ്പോഴും കർത്താവിന്റെ കൃപ കൊണ്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിന്റെ അടിയിൽ ഒരു ചിന്തയുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. കപടഭക്തി കാണിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ നിമിഷം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെ ഒരു അനുഗ്രഹം. നമുക്ക് ആരോടും അഹങ്കരിച്ച് പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ നാളെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ദൈവം ഇന്ന് എന്നെ നിർത്തിയത് കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇതാണ് കർത്താവിന്റെ ഭൗതിക വിഷയത്തിൽ നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ പ്രമാണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതിക വിഷയത്തിൽ കുഴഞ്ഞു കിടക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി ഇവിടെ? കർത്താവിന് നിന്നോട് പറയാനുള്ള സന്ദേശം ഇതാണ്. നിന്റെ മനസ്സിന്റെ അടിയിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവത്തിന്റെ വേലയ്ക്കും നീ കൊടുത്താൽ നിന്റെ ഭൗതിക കാര്യങ്ങളെ ദൈവം ക്രമത്തിലാക്കും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രി ഇത് വിശ്വസിക്ക്, ഇത് ഹൃദയത്തിനകത്തെഴുത്. ദൈവത്തിന് കഴിയും നിന്റെ സ്ഥിതി മാറ്റാൻ. ദൈവത്തിന് കഴിയും നിന്റെ സ്ഥിതി മാറ്റാൻ. ഈ ഭൗതിക വിഷയത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ തമ്പുരാന് കഴിയും. ആ മന്ത്രമല്ല, മാജിക്കുമല്ല. തമ്പുരാൻ ഒരു കരുണ കാണിച്ചാൽ കാര്യം അത് നടക്കും. നീ കുഴയുകയില്ല, നിശ്ചയം. നമ്മൾ ഈ യോഗത്തിൽ
മിഷൻ ഓഫറിംഗ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവദാസന്മാർ പറഞ്ഞ കാര്യം ഞാനൊന്ന് എടുത്തു പറയുകയാണ്. ഛത്തീസ്ഗഡിലെ വേലയ്ക്കാണത്രേ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ്. 5 മിനിറ്റ് അതിന് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മുടെ വചനധ്യാനം തുടരുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വോളണ്ടിയേഴ്സ് സ്തോത്രകാഴ്ച എടുക്കുന്നതായ സമയത്ത് സഭയുടെ സെക്രട്ടറി മുൻപോട്ട് കടന്നു വന്ന വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നു. അതിനുശേഷം ചില പരസ്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം കൺവെൻഷനോടനുബന്ധിച്ച് നമുക്കിവിടെ ആയിരിക്കാൻ ദൈവത്തിനെ സഹായിച്ചല്ലോ. അതിന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത ദീപജനങ്ങളോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കി എത്രയും വേഗം ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കാം. ആദ്യമായി കർത്തദാസൻ പാസ്റ്റർ ബാബു ചെറിയാനോട് ചെറിയാനോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾ മുമ്പേ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത കൺവെൻഷനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ കൺവെൻഷന്റെ വിഷയം അറിയിച്ചപ്പോൾ അദ്ദേഹത്തെ സന്തോഷത്തോടെ ഇവിടെ കടന്നു വരാമെന്ന് ഞങ്ങളോട് സമ്മതിക്കുകയുണ്ടായി. അപ്രകാരം ഇവിടെ കടന്നു വരികയും കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇന്നും വളരെ ശക്തിയായി ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവ് ദൈവത്തെ സഹായിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തോടുള്ള ഷാർജായ ബീസിയുടെ നന്ദിയെ കൃത്യമായി ഈ സമയം ഓർമ്മിക്കുന്നു. അതുപോലെ പാസ്റ്റർ ജിജി പോളിനോട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇവിടെ കടന്നു വന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഛത്തീസ്ഗഡിലെ പ്രവർത്തനങ്ങളെ പറ്റി അല്പമായി നമുക്ക് ഇന്നലെ കേൾക്കുവാൻ സാധിച്ചല്ലോ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഷാർജായ ബീസിയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഛത്തീസ്ഗഡിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിനെപ്പറ്റി 1-2 വാക്കുകൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഷാർജ IPC ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ഭാരത് ദർശൻ എന്നൊരു പ്രസ്ഥാനം രൂപീകരിക്കുകയും അത് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലുള്ള ഉൾഗ്രാമങ്ങളിൽ ദേവദാസന്മാരെ അയച്ച് സുവിശേഷം അറിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിങ്ങാണ് ഞങ്ങളുടെ ഛത്തീസ്ഗഡിലെ പ്രവർത്തനത്തിന്റെ പാർട്ണറാണ് പാസ്റ്റർ ജിജി പോൾ. അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി ഇന്നലെ അല്പമായി നമുക്ക് ശ്രമിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായി ആയിരക്കണക്കിന് ആൾക്കാരോട് സുവിശേഷം പറയുവാൻ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നുള്ള വളരെ സന്തോഷത്തോടെ പറയുന്നു. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുവാനും 100 കണക്കിന് ആൾക്കാർ സ്നാനപ്പെടുവാനും ഈ പ്രവർത്തനങ്ങൾ മൂലം സാധിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന വർഷം ഈ ശനിയാഴ്ച 7-ാം ശനിയാഴ്ച യൂണിയൻ ചർച്ച് ഹോൾ നമ്പർ 6-ൽ വെച്ച് വൈകിട്ട് 8 മണി മുതൽ 10 മണി വരെ ഒരു പ്രത്യേക സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിന്റെ ഉദ്ദേശം ഭാരത് ദർശന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിവരിക്കുകയും അതുപോലെ നമ്മളാൽ എങ്ങനെ ഭാരതത്തെ സുവിശേഷീകരിക്കാമെന്നും നമ്മുടെ കടമ എന്തെന്നും ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മീറ്റിംഗിൽ ദേവദാസൻ പാസ്റ്റർ ബാബു ചെറിയാനും അതുപോലെ പാസ്റ്റർ ജിജി പോൾ ഉണ്ടായിരിക്കുന്നതാണ്. സഹോദരന്മാർ എല്ലാവരും കടന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മടങ്ങി വരട്ടെ എൻ്റെ സബ്ജക്റ്റിലേക്ക്. ഈ കൺവെൻഷനോടനുബന്ധിച്ച് ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവിടെ കടന്നു വരികയും ചെയ്ത സമീപ സഭകളിലെ എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെയും പേരുകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും ഷാർജ IPCയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ
അതുപോലെ വിസിറ്റിംഗ് പാസ്റ്റേഴ്സായ പല ദേവദാസന്മാർ മുന്നിലും അതുപോലെ വേദിയിലും നിൽക്കൊണ്ട് അവരെ ഈ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. കർത്താവ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഷാജ എപ്പിസോഡ് നന്ദി പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ആയതുപോലെ വളരെ മനോഹരമായി പാട്ടുപാടിയ ഷാജ എപ്പിസിന്റെ സഹോദരന്മാരെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പാട്ടുകൾ വളരെ മനോഹരമായിരുന്നു. ഈ മീറ്റിങ്ങിന് അതൊരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഷാജ എപ്പിസിയുടെ എന്റെയും കൃത്യമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ ഹോൾ നമുക്ക് അലോട്ട് ചെയ്ത യൂണിറ്റ് ചർച്ചിന്റെ ഭാരവാഹികളെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരോടുള്ള നന്ദി ഓർപ്പിക്കുന്നു. അതുപോലെ ഈ ഹോളിന്റെ ക്രമീകരണങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാൻ ഷാജ എപ്പിസിലെ സഹോദരിമാര് അത് വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച സഹോദരന്മാര്, സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത ബ്രദർ സാമ, വീഡിയോ പ്രവർത്തനം ചെയ്യുന്ന ബ്രദർ ഫിന്നി, അതുപോലെ യൂണിറ്റ് ചർച്ചിന്റെ കെയർ ടേക്കേഴ്സായ സഹോദരന്മാര്, ഇവരെല്ലാവരും ഒട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവരോട് എല്ലാവരോടും എന്റെ നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ കഴിഞ്ഞ 3 ദിവസവും ഈ മീറ്റിംഗിൽ കടന്നു വന്ന സഹോദരന്മാരുടെ എല്ലാവരോടും ഷാജ എപ്പിസോഡ് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. എല്ലാത്തിനുപരിയായി കർത്താവാൻ ദൈവം ഈ കഴിഞ്ഞ 3 ദിവസവും നമ്മളോട് കൂടെ ഇരുന്നു, നമ്മളോട് സംസാരിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകാതെ നമ്മളിവിടെ കൺവെൻഷൻ നടത്തി, പ്രസംഗങ്ങൾ കേട്ടു. ദൈവത്തിന്റെ പ്രവർത്തനമില്ലായ്മൊന്നും തന്നെ നടക്കില്ലായിരുന്നു. എന്നാൽ കർത്താവാൻ ദൈവം നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ പ്രവർത്തനത്തെ എല്ലാം അനുഗ്രഹിച്ചു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ നടക്കുവാൻ കർത്താവാൻ ദൈവം സഹായിച്ചു. അതിനാൽ സകലവുമാനവും മഹത്വവും ദൈവത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. 1-2 അനൗൺസ്മെന്റുകൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ കടന്നു വന്ന കേരളത്തിൽ പെന്തക്കോസ്തുകാരുടെ മധ്യത്തിൽ, പ്രത്യേക വേർപെട്ട ദൈവങ്ങളുടെ മധ്യത്തിൽ പല പത്രങ്ങൾ വിറക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പത്രമാണ് ഹല്ലേലൂയ എന്ന് പറയുന്ന ആ പത്രം. അതിൻ്റെ എഡിറ്റർ സാമുട്ടി ചാക്കോ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾക്കത് വായിക്കുവാൻ, നിങ്ങളെല്ലാവരും വായിക്കുവാൻ താല്പര്യം വയ്ക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളതിൻ്റെ വരിക്കാരാകുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ പ്രിയ കർത്താവിൻ്റെ ദാസനെ കണ്ട് ആ കാര്യവുമായി സംസാരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിക്കും. ഒരു കൺവെൻഷൻ നോട്ടീസ് ഇവിടെ വായിക്കുന്നു. IBC വർഷിപ്പ് സെന്റർ ഷാർജ ആനുവൽ കൺവെൻഷൻ 2011. സ്പീക്കർ പാസ്റ്റർ B. മോനച്ചൻ. ഡേറ്റ് May 24, 25, 26. അടുത്ത മാസം 24, 25, 26 ചൊവ്വ ബുധൻ വ്യാഴം. ടൈം 8 മണി മുതൽ 10 മണി വരെ. സ്ഥലം ഷാർജ വർഷിപ്പ് സെന്റർ മെയിൻ ഹാൾ. കർത്തൃനാമത്തിൽ ഏവർക്കും സ്വാഗതം. വേറെ ഒരു കൺവെൻഷന്റെ നോട്ടീസ് ഇവിടെ വായിക്കുന്നു. ദുബായ് എബനേസർ IPCയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ. സ്ഥലം ട്രിനിറ്റി ചർച്ച് ദുബായ്. തീയതി 2011 ഓഗസ്റ്റ് 8, 9, 10. പ്രഭാഷണം മാസ്റ്റർ ബാബു ചെറിയ. ഇവിടെ പ്രസംഗിച്ചതായ കർത്താവിന്റെ ദാസനെ അന്ന് ദുബായ് ചർച്ചിലും ആഗസ്റ്റ് മാസം 8, 9, 10 തീയതികളിൽ സംസാരിക്കുന്നത്. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ എടുത്ത സ്തോത്രകാഴ്ചയ്ക്കായി മീറ്റിങ്ങളെ ഓർത്തും തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവൽ ജോൺ മുൻപോട്ട് കടന്നു വന്ന ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. മനസ്സിലുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കടന്നു വന്ന സമയം വാദത്തിനായിരിക്കാൻ നിങ്ങളെ സഹായിച്ചു. ദൈവമായി ശിക്ഷിപ്പാൻ കർത്താവിന്റെ ദാസന്റെ പുറപ്പെടുത്തു. എല്ലാവരും അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ വേലയെ മാനിച്ചർപ്പിച്ച സ്തോത്ര വഴിപാടിനായി സ്തോത്രം. കരങ്ങളെ നിർവചനങ്ങളെ മാനിക്കണം. ഭൗമിക ജനക്കത്താൽ ആർക്കും കരങ്ങളെ നേടാൻ കഴിയില്ലെങ്കിൽ അവിടെ കർത്താവ് കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. എല്ലാം അങ്ങയുടെ നാമത്തിന് കാരണമാക്കി തീർക്കണമേ. തുടർന്ന് ശിക്ഷിപ്പാൻ ദാസനെ ബലപ്പെടുത്തണമേ. ഈ സഭയെ കർത്താവ് അനുഗ്രഹിക്കണം. കടന്ന ദൈവത്തിനായി സ്തോത്രം. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവവചനത്തിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. 16:3.
സദൃശ്യവാക്യങ്ങൾ 16:3. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ആമേൻ. ഭൗതിക വിഷയത്തിൽ എന്താണ് ബൈബിളിന്റെ കാഴ്ചപ്പാട്? അഥവാ മനുഷ്യന്റെ ഭൗതിക കാര്യങ്ങളിൽ കർത്താവിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, നീ മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും നിന്റെ ഭൗതിക കാര്യങ്ങൾ ദൈവം ക്രമപ്പെടുത്തും. രണ്ടാമത്തെ ചിന്ത സദൃശ്യവാക്യം 16:3. ഒരിക്കൽ കൂടെ വായിക്കാം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. പ്രവൃത്തി, ഉദ്ദേശം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു ഉദ്ദേശമാണ്. ഒരുവൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എന്തിനാ നീ ഡ്രൈവ് ചെയ്യുന്നത്? ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ, അങ്ങനെ പറയില്ല. അതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഏതൊരു ജോലിയും നമ്മൾ ചെയ്യുന്നത് ഒരു ഉദ്ദേശം സാധിക്കാനാണ്. ഒരു മനുഷ്യൻ തയ്യൽ ജോലി ചെയ്യുന്നു, അത് അയാളുടെ പ്രവൃത്തിയാണ്. എന്നാൽ ഉദ്ദേശം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വീടിന്റെ റെന്റ് കൊടുക്കണം, കുട്ടികളുടെ ഫീസ് കൊടുക്കണം, ഭക്ഷണം കഴിക്കണം. അപ്പൊ ഉദ്ദേശം സാധിക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്യുന്നു. ദൈവത്തിന്റെ വളരെ എത്ര സിമ്പിളാണ്, എത്ര മനോഹരമാണ്. നിന്റെ പ്രവൃത്തി അത് എന്തുമാകട്ടെ, അത് ദൈവത്തിന് സമർപ്പിക്കും. അപ്പൊ നിന്റെ ഉദ്ദേശം സാധിക്കും. വളരെ പ്രവർത്തിച്ചിട്ടും ഉദ്ദേശം നടക്കാതെ പോയ എത്ര പേരുണ്ട്? ഓർത്തു നോക്കി. ഒരുപാട് അവർ പ്രവർത്തിച്ചു, പക്ഷെ ഉദ്ദേശം ഒന്നും സാധിച്ചിട്ടില്ല. എന്നാൽ അത്രയും ഒന്നും പ്രവർത്തിക്കാതെ ഉദ്ദേശങ്ങൾ സാധിച്ചവരുണ്ട്. നിന്റെ പ്രവൃത്തി ദൈവത്തിന് സമർപ്പിക്കും, നിന്റെ ഉദ്ദേശം ദൈവം നടത്തി തരും. ഇതൊന്ന് വിശ്വസിച്ചാൽ മതി, സിമ്പിളാണ്. നിന്റെ പ്രവൃത്തിയെ ദൈവത്തിന് സമർപ്പിക്കുക, നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഞാൻ ഉദാഹരണം പറയാം. 1 മാസം പഴക്കമേ ഉള്ളൂ ഇത് സംഭവം പറയുന്നത്, 1 അല്ലയോ 2 മാസം. എന്റെ സഭയിലെ 2, 3, 4 കുട്ടികൾ നേഴ്സിംഗ് പഠിക്കുന്നവര് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ കുട്ടികൾ ചർച്ച വരുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലെ കുട്ടികളെ എങ്ങും വിടത്തില്ല. അപ്പൊ ഞങ്ങൾ ചെന്ന് സൂപ്പറിനോട് സംസാരിച്ചതുകൊണ്ട് ആ ചർച്ചിലോട്ട് മാത്രം വിടും. അങ്ങനെ വരുന്ന 2 കുട്ടികളുടെ അമ്മ തൊട്ടടുത്തുള്ള ഒരു സ്വതന്ത്ര ചർച്ചിലാണ് പോകുന്നത്. എന്നാൽ കുട്ടികൾ ഇവിടെയാണ് വരുന്നത്. ഒരു ഞായറാഴ്ച സഹായം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ അമ്മ ഈ കുട്ടികളെ കൊണ്ട് ചർച്ചിലേക്ക് വന്നു. അത്യാവശ്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത്. എന്താ ഞാൻ ചോദിച്ചു പിടിച്ചു വന്നപ്പോ കുട്ടികളുടെ പരീക്ഷ വരികയാണെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർ ഭയങ്കര സന്തോഷവതിയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, സഹോദരിക്ക് എന്നാ ജോലി? എനിക്ക് കെട്ടിടം പണി ചെയ്യുന്ന കോൺട്രാക്ടറുടെ കൂടെ, പണിക്കാരുടെ കൂടെ സഹായ ഹെൽപ്പറാണ്. സിമെന്റും കല്ലും ഒക്കെ എടുത്തു കൊടുക്കുന്ന ജോലി നിങ്ങൾക്കറിയാമല്ലോ. ഭയങ്കര ജോലിയാണ്, കഷ്ടപ്പെട്ട ജോലിയാണ്, കഠിന ജോലിയാണ്. ഇത് ചെയ്യുന്ന സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 2 കുട്ടികളെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാനുള്ള പൈസ എങ്ങനെ കണ്ടെത്തും? ഒരു കുട്ടിയെ നേഴ്സിങ്ങിന് വിടുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഇവർ 2 പേരെ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനുള്ള വഴി എവിടുന്നാണ്? ഉടനെ അവര് ഭയങ്കര സന്തോഷത്തോടെ പറയാ, പൈസ ഇതിപ്പോ 3-ാം വർഷം ഒരു പൈസ കടയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ വല്ല വരുമാനമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ നടത്തുന്ന ഈ കൂലി വേല കൊണ്ട്? അതോ അത് ഞാൻ അങ്ങ് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുക എന്റെ മുഴുവനായിട്ട്. ദൈവം ഒരു രോഗം എനിക്ക് വരുത്തുകയില്ല, ആശുപത്രിയിൽ ഒരു പൈസ വേണ്ട, പിന്നെ വീട്ടു ചെലവിന് അതെന്നെ ഭക്ഷണം കഴിക്കുന്നില്ലേ? അല്ല, വാസു കേട്ടോ, കഥ ഞാൻ പറയാം. ഞാൻ 8 മണി മുതൽ 5 മണി വരെ കോൺട്രാക്ടറോട് പണി കഴിഞ്ഞാലുണ്ടല്ലോ, നേരെ ഒരു വീട്ടിലോട്ട് പോകും. അവിടെ അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കും. കിച്ചണിൽ ഒരു ചെറിയ സഹായം 1 മണിക്കൂർ. അവിടുന്ന് ഒരു ഭക്ഷണം അങ്ങ് കഴിക്കും. അവിടുന്ന് അടുത്തൊരു വീട്ടിലും കൂടെ ക്ലീനിങ് ചെയ്യും. അവിടുന്ന് കഴിക്കുക, അവിടുന്ന് ഒരു ചായ കുടിക്കും. അടുത്ത വീട്ടിൽ ഒരു ക്ലീനിങ് കൂടെ കഴിക്കും, ഒരു കഴിപ്പ് കൂടെ കഴിക്കും. പിന്നെ കഴിപ്പ് വേണ്ട. പിള്ളേര് കോളേജല്ലേ, അപ്പൊ വീട്ടിൽ വെപ്പില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഈ പണി സ്ഥലത്ത് നിന്ന് കിട്ടും. ബാക്കിയൂടെ പറയാൻ പറഞ്ഞപ്പോ അവര് പറയാ, ഈ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിക്കുകയല്ല, അത് മുഴുവൻ അവിടെ ഇട്ടേക്കും. 1 മാസം എത്തുമ്പോൾ മേടിച്ച് ആശുപത്രി കൊണ്ട് കൊടുക്കും ഫീസ്. പിന്നെ ഈ 3 വീട്ടിൽ
ദിവസം ഡിപ്പോസിറ്റ് വന്നു. എന്റെ പൊന്നെ, ഇവിടെ എല്ലാ സൗകര്യമുള്ളവരുടെ മുഖത്തും ഒരു സന്തോഷം. നമുക്ക് കാണാൻ വിഷമമുള്ളപ്പോഴാണ് ഈ സഹോദരി തുള്ളിച്ചാടും. സ്വന്തം എന്തോ നഷ്ടം പറ്റിയ പോലെയാണ് ഒരുപാട് മനുഷ്യരിയ്ക്കുന്നത്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇവിടെ സന്തോഷമായിട്ടായിരിക്കുന്നത്. ഞാൻ പൊതുവെ പറയുന്നേ, എന്താ നമുക്ക് നിരാശ വരാൻ കാര്യം അറിയാത്തില്ല. ആശ കൂടുമ്പോഴാണ് നിരാശ വരുന്നതെന്ന് തോന്നുന്നു. എന്താണ് ഈ സഹോദരന്റെ വിജയ രഹസ്യം? അവർക്ക് വലിയ അധ്യാപനമൊന്നുമില്ല. അവര് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇനി എന്തിനാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന്, ഈ ആരോഗ്യമൊക്കെ നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം. രണ്ട്, പിള്ളേര് പാസ്സാകാൻ പ്രാർത്ഥിക്കണം. നമുക്കത് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു സുഖമുള്ളൂ. ഇത് ചുമ്മാ അത്യാവശ്യം പിടിച്ച കാര്യമല്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് നിർത്തിയില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാൻ കിട്ടുകയല്ല. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കാം, നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. പ്രിയപ്പെട്ട സത്യമാട്ടോ, സത്യം. മൂന്നാമത്തേത് കൂടെ പറയാം. 1, 2 സഹിക്കാം, മൂന്നാമത്തേത് സഹിക്കാൻ വിഷമം. വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എബ്രായ 13:4-5. വിവാഹം എല്ലാവർക്കും മാന്യവും. ഒന്നും പേടിക്കേണ്ട, വായിച്ചോ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. കല്യാണത്തിന് മാത്രം വായിക്കുന്ന ഒരു വാക്യമാണിത്. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞ് വായിച്ചോളാം. കല്യാണത്തിന് ഇത് വായിക്കുമെങ്കിലും ഇത് വിശദീകരിക്കാൻ ഒരു കല്യാണത്തിൽ നേരെ കിട്ടത്തില്ല. പണ്ടൊക്കെ കിട്ടുമായിരുന്നു, ഇനിയുള്ള കാലത്ത് ഒട്ടും കിട്ടുകയില്ല. അതുകൊണ്ട് കല്യാണത്തിന് പറയാനുള്ളത് പറയാൻ വേറൊരു മീറ്റിംഗ് എല്ലാ സഭകളിലും സംഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കല്യാണത്തിൽ ഒന്നും പറയാൻ ഇനിയുള്ള കാലത്ത് നടക്കുകയില്ല. അതിനിനിയും നമ്മൾ നോക്കണ്ട, പോയി ആ കാലം പോയി. അതുകൊണ്ട് ഈ സഭയിൽ വെച്ച് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമായിട്ട് പ്രഖ്യാപിക്കാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ പ്രബോധിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെയും ഈ വണ്ടി നിൽക്കുകയില്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കുന്ന നിർമ്മലവുമായിരിക്കട്ടെ. കല്യാണത്തിന് ഈ വാക്യം പറയുന്നുണ്ടെങ്കിലും എന്താ അതിന്റെ അർത്ഥമെന്ന് വിശദീകരിക്കണേ ഒരുപാട് സമയമെടുക്കും. നമ്മൾ പറയാറില്ല. വിവാഹ മാന്യമാ, ഓക്കെ. കിടക്കുന്ന നിർമ്മലം എന്ന് പറഞ്ഞാലും അവിടെ നിശ്ചയമായും പ്രാഗൽഭ്യമുള്ള, നിർമ്മല മനസാക്ഷിയുള്ള, ഏകാഗ്രതയുള്ള ഒരു കുടുംബജീവിതമല്ലേ ദൈവം ഉദ്ദേശിച്ചത്. അടുത്ത വാചകം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. അടുത്ത വാചകം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഈ വാക്യത്തെ രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ടാം ഭാഗം വലുതാക്കി അത് വാക്യബോർഡാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അതിന്റെ മുകളിലത്തേത് എന്തുവാ? ഉള്ളത് കൊണ്ട് അത് എഴുതുകയില്ല. ഒറ്റ വാക്യബോർഡിലും അതില്ല. ഈ താഴത്തേതുണ്ട്. കാരണം അതെന്നറിയാം, അത് ആരുടെ കുറ്റല്ല. ഇത് പുണ്യം കിട്ടാനല്ല, ഇത് വിൽക്കാനാണ്. വിൽക്കുന്ന സൈസ് വെച്ചാലല്ലേ വിൽക്കുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ഉപദേശം എല്ലാം കൂടി എഴുതി വെച്ചാൽ ആരും മേടിക്കാനാ? ഓക്കെ, അപ്പൊ അത് വിൽപ്പനയാണേ, അത് വിട. വചനം അതിന്റെ ഉള്ള അവസ്ഥയിൽ വായിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ ആരെ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരെ. ഒരു ദോഷം നിനക്ക് ഭവിക്കയില്ല. ആർക്ക്? അതിനെ മറവിൽ വസിക്കുന്നവർക്ക്. ഇങ്ങനെ ഈ വാക്യങ്ങളെ മുറിച്ചു വെക്കുന്ന ചെറിയ പെട്ടികൾ വാങ്ങാൻ കിട്ടും. അത് അപകടമാണ്. വാക്യങ്ങൾ മുഴുവനായി ഉപയോഗിച്ചില്ലെങ്കിൽ പ്രയോജനപ്പെടത്തില്ല. ഒരു വാഗ്ദത്വവും കൽപ്പന കൂടാതെ എഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വേഗം വരാൻ സമയം പോകുന്നല്ലോ.
സാമ്പത്തിക വിഷയത്തിൽ ബൈബിളിന് നമ്മോട് പറയാനുള്ള മൂന്നാമത്തെ തത്വം തൃപ്തിയുള്ള മനസ്സ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ തന്നെ ഒരു നാൾ കൈവിടുകയില്ല. ഇത് പ്രായോഗികമാണോ? തൃപ്തി വരാൻ എന്ത് ചെയ്യണം? തൃപ്തി എന്നത് ക്വാണ്ടിറ്റിയിൽ നിന്നല്ല ഉണ്ടാകുന്നത്. തൃപ്തി എന്നത് ക്വാളിറ്റിയുടെ ഭാഗമാണ്, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പണമോ ആരോഗ്യമോ സൗകര്യങ്ങളോ സൗന്ദര്യമോ അതിന്റെ ക്വാണ്ടിറ്റിയിൽ നിന്നല്ല തൃപ്തി വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയുള്ളോ ഒക്കെ തൃപ്തി വരും. ഇതെല്ലാം വിശദീകരിക്കണേ ഒരുപാട് സമയം വരും. എങ്കിലും ഒരു ഒറ്റ ചോദ്യം ചോദിക്കുക, ആർക്കാ തൃപ്തി? ഏകദേശം എത്ര ആസ്തിയുള്ളവർ കൊണ്ട് തൃപ്തി? ഉത്തരവൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. പൊതുവെ തൃപ്തി കുറവ് കാണുന്നത് സൗകര്യമുള്ളവർക്ക്. സൗകര്യം കുറഞ്ഞവർക്ക് പിന്നെയും തൃപ്തി. അയ്യോ, നേരാണോ ഈ പറയുന്നത്? ഇത് പരമസത്യം. തൃപ്തി വരാൻ ഇനി എന്നാ ചെയ്യണം? എന്തെങ്കിലും ഒരു കുറച്ചുകൂടി എവിടെയെങ്കിലും കിട്ടിയാലും തൃപ്തി വരികയില്ല. അതൊരു മനസ്സിന്റെ അവസ്ഥയാണ്. അതിന്റെ മനസ്സിന്റെ അവസ്ഥയാണ്. പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് പറയുക, ഇപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട്, സമൃദ്ധിയാണ്. പുള്ളിക്ക് എന്തോ സുഖമില്ലെന്ന്. ആർക്കെങ്കിലും അതിനുശേഷം അങ്ങനെ ഒരു വാക്ക് പറയാൻ ധൈര്യം കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട്, സമൃദ്ധിയാണ്. ഞങ്ങൾ ഇതിനെ കൂടി ചർച്ച ചെയ്തപ്പോൾ ഒരാളോട് പറഞ്ഞു, പാസ്റ്ററേ അത് പറയാത്ത നന്ദി, അത് പറഞ്ഞ പിറ്റേ ദിവസം കടന്നു വയ്ക്കാൻ പറ്റും. ഓ, അങ്ങനെയാണെങ്കിലോ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയാണ്. പൗലോസ് അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. പറയാത്ത എന്താന്ന് ചോദിച്ചപ്പോ ഈ ഒരു ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. തൃപ്തി ഇല്ലാഞ്ഞിട്ടല്ല പറയാത്തത്, പരസ്യമായിട്ട് പറഞ്ഞ പിന്നെ ആളുകളെല്ലാം വന്ന് എന്തെങ്കിലും ചിരിച്ച ചോദിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെയാണെങ്കിലും ഓക്കെ, തൃപ്തി ആണല്ലേ. ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്ന കത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയാണ്. ഇത് പത്രത്തിൽ എഴുതണ്ടെങ്കിലും മനസ്സിൽ ഇന്ന് രാത്രി പറയാവോ, ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്, സമൃദ്ധി. ഇപ്പൊ തൃപ്തി ഇല്ലെങ്കിൽ ഇനി ഈ ജന്മത്ത് തൃപ്തി വരും. ഇപ്പൊ തൃപ്തിപ്പെടണം. ഈ ഫിലിപ്പിയ ലേഖനത്തിനകത്താണല്ലോ സന്തോഷം എന്നുള്ള വാക്ക് കൂടുതൽ, 15 പ്രാവശ്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സന്തോഷമുള്ളവരോടല്ല അത് പറയുന്നത്. സന്തോഷം ഉള്ളവരോട് സന്തോഷിപ്പീൻ എന്ന് പറയണ്ട, അവര് സന്തോഷിച്ചോളൂ. അപ്പൊ സന്തോഷമുള്ളവരോടല്ല അത് പറയുന്നത്. 2, സന്തോഷം എന്ന് പറഞ്ഞാൽ ചിരി എന്നല്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ തൃപ്തി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ എപ്പോഴും സന്തോഷിച്ചോളൂ എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് ഒരു പിഴക്കും ഉണ്ടായിട്ടല്ല. നമ്മൾ ആ യഥാർത്ഥ വചന സത്യത്തിൽ ആ ആത്മീയ സമൃദ്ധിയിൽ വരണം. തൃപ്തി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധനികൻ ആയിട്ട് നിനക്ക് തൃപ്തിപ്പെടാമെന്ന് നീ ശങ്കിക്കരുത്, ചിന്തിക്കരുത്. ഇന്ന് ഉള്ള അവസ്ഥയിൽ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു തൃപ്തിയുള്ള മനസ്സ് സമ്പാദിച്ചുകൊണ്ട് ഇവിടുന്ന് പോകണം. അത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. സന്തോഷമുള്ളവരോടല്ല പൗലോസ് സന്തോഷിക്കാൻ പറയുന്നത്. സന്തോഷിക്കാൻ ഒരു വകുപ്പുമില്ല. കഷ്ടതയും പീഡനവും ദുഃഖവും ദാരിദ്ര്യവും ഞെരുക്കമുള്ളവ പറയാം സന്തോഷിക്കാൻ. സന്തോഷിക്കാനുള്ള കാരണം ഇല്ലാത്ത എത്ര പേര് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്? സന്തോഷിക്കാൻ ഇന്ന് എനിക്ക് ഒരു കാരണവും കാണുന്നില്ലെങ്കിൽ നീ ഇന്ന് രാത്രി സന്തോഷിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. വളരെ ടെൻഷനുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ മുമ്പിലുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്നോട് പറയണം, എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ കർത്താവ് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും എന്ന് പറയണം. ആമേൻ. അതെ, സാമ്പത്തിക വിഷയത്തിൽ കർത്താവ് നമ്മോട് പറയാത്ത മൂന്നാമത്തെ തത്വം ഇതാണ്: ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഉള്ളത് കൊണ്ട്
ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും എന്ന വാക്ക് ഭൗതിക കാര്യമാണ്. ആത്മീയത്തിൽ അതുപോലെ കൂടുതൽ പ്രാപിച്ചോളും. ഭൗതികത്തിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ടോളും. അതിനപ്പുറത്തേക്ക് പരാക്രമം കാണിച്ച് നാം വഞ്ചിക്കപ്പെടരുത്, കുടുക്കിൽ വീഴരുത്, കണിയിൽ വീഴരുത്. തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്, എടുത്തു വായിക്കുന്നില്ല. ഈ 3 തത്വങ്ങൾ ആണ് പൊതുവെ നമുക്ക് പറയാം. എന്നാൽ 4ാമത് ഒരെണ്ണമുണ്ട്. 4ാമത്തേത് നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിലുണ്ട്. യോഹന്നാൻ 6:1 മുതൽ 14 വരെ. എടുത്തു വായിക്കണ്ട, ഞാനങ്ങ് പറയാം. ഒരു പെട്ടെന്നുള്ള ഒരു അത്യാവശ്യം മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ല, ഒരു മുൻകരുതൽ എടുത്തിട്ടില്ല, ഒരു പിരിവിട്ടിട്ടില്ല, ഒരു വഴിയുമില്ല. പെട്ടെന്നുണ്ടായ ഒരു അത്യാവശ്യം. യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ആ ബാലകന്റെ കയ്യിലെ 5 അപ്പത്തെ അങ്ങ് വലുതാക്കി. എന്തോരം വലുതാക്കി? ഒരുപാട് വലുതാക്കി. 1000 പേർക്കല്ല, 2000 പേർക്കല്ല, 3000 പേർക്കല്ല, 10000 പേർക്കല്ല, അതിൽ കൂടുതൽ കൊടുക്കത്തക്കവണ്ണം കർത്താവ് അപ്പത്തെ അങ്ങ് വലുതാക്കി. ഇന്ന് രാത്രി പ്രിയരെ, അതിനകത്ത് എന്തോ, അതിനകത്തെ തത്വം, അതിനകത്ത് ഒരു തത്വമില്ല. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. അതിനകത്ത് ഒരു തിയോളജിയും വേണ്ട, അതിനകത്ത് ഒരു അസാധാരണ സത്യങ്ങളൊന്നും പഠിക്കാനില്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. അത് ഏതിൽ നിന്ന് വേണേലും പറ്റും, എപ്പോ വേണേലും പറ്റും, എവിടെ വെച്ച് വേണേലും പറ്റും. ഞാൻ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു. ഒരു കൊച്ചന്റെ കയ്യിലെ ആ പൊതി അങ്ങോട്ട് എടുത്തിട്ട് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചപ്പോ ഊഹിക്കാൻ പറ്റാത്ത വിധം വലുതായി. എന്നിട്ടോ അവിടെ വന്ന് മുഴുവൻ പേരും കഴിച്ചു. അവിടെ 5 ലക്ഷം പേരുണ്ടായിരുന്നെങ്കിൽ 5 ലക്ഷം പേർക്ക് കൊടുക്കാൻ അത് മതി. എന്താ ഇതിനകത്ത് സന്ദേശം? നിന്റെ ഇല്ലായ്മ മാറ്റാൻ ദൈവത്തിന് ഈ 3 വഴി കൂടാതെ വേറൊരു വഴിയുണ്ട്. മിറക്കിളിന്റെ വഴി. ഞാൻ വിശ്വസിക്കുന്നു അത് അവൻ ചെയ്യും. പക്ഷെ അത് തന്നെയല്ല വഴി. പ്രമാണം ഇതാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ വാതിലും അടഞ്ഞാൽ, ഒരു വഴിയും ഇല്ലാതെ വന്നാൽ, കർത്താവേ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ഇരുമ്പ് കോടാലി ഊരി വെള്ളത്തിലോട്ട് പോയി. ഭൂമിയിൽ ഒരു ടെക്നോളജിയും ഇല്ല. ചെളിയുള്ള കായലിലോട്ട് ഇരുമ്പ് താങ്ങാൻ പൊക്കിയെടുക്കാൻ ഒരു ടെക്നോളജിയും ഇല്ല. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. ഒരു മരക്കഷ്ണം കെട്ടിയിട്ടപ്പോൾ താന്നുപോയ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നെങ്കിൽ എന്താ പൊങ്ങി വരാത്ത? നഷ്ടപ്പെട്ട സമ്പത്ത് പൊങ്ങി വരും, നഷ്ടപ്പെട്ട ആരോഗ്യം പൊങ്ങി വരും, നഷ്ടപ്പെട്ട തലമുറ മടങ്ങി വരും. നഷ്ടപ്പെട്ടതെല്ലാം ആഴക്കടലിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. Praise the Lord. അതെത്ര ആഴത്തിൽ പോയാലും, അതെത്ര വർഷം പഴക്കമാണെങ്കിലും അത് മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുക, അത്ഭുതങ്ങളുടെ കാലം എന്നൊരു കാലമില്ല. അത്ഭുതങ്ങളുടെ ദൈവം എന്നൊരു ദൈവമുണ്ട്. അവൻ ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിർവചിക്കാൻ ഒക്കെയല്ല. കർത്താവ് ഒരു കാര്യം ചെയ്ത പോലെയല്ല അടുത്ത കാര്യം ചെയ്തത്, അതുപോലെയല്ല അടുത്ത കാര്യം ചെയ്തത്, അതുപോലെയല്ല അടുത്ത കാര്യം ചെയ്തത്. കുരുടന്റെ കണ്ണു തുറന്നു, പല നിലയിലാണ്. യേശു ഇന്നലെ ചെയ്തത് പോലെ അല്ല ഇന്ന് ചെയ്യുന്നത്. അവന് തികച്ചും പുതിയത് ചെയ്യാൻ കഴിയും. നീ സ്വപ്നം കാണാത്ത വഴി നിനക്ക് വേണ്ടി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതിനെ തടയാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. അറിയാവുന്ന ദൈവമക്കൾ ഉണ്ടിവിടെ, അനുഭവിക്കുന്ന ദൈവമക്കൾ ഉണ്ടിവിടെ. ചിന്തിച്ചിട്ടില്ലാത്ത വഴി, ഊഹിച്ചിട്ടില്ലാത്ത വഴി, സങ്കല്പിക്കാത്ത വഴി ദൈവം തുറന്നിട്ടില്ലേ? ഇന്ന് രാത്രിയിലും ആ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നാം കർത്താവിനെ പിൻപറ്റേണ്ടത്.
ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാന വാക്യം ഈ 27-ാം വാക്യം തന്നെയാണ്. നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നശിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അന്വേഷിക്കാം. നശിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അന്വേഷിക്കാം. ഇന്ന് രാത്രി കർത്താവേ, നശിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ അന്വേഷിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു നമുക്ക് കർത്താവിനോട് പറയാം. ഇന്ന് രാത്രി ഒരു അത്ഭുതം ചെയ്യാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് വലിയ പിരിമുറുക്കത്തിലാണ് ഇവിടെ വന്നത്. എനിക്കൊരു അത്ഭുതം വേണം എന്ന് പറയാൻ എത്ര പേരിവിടെയുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ കണ്ണുകളും അടച്ചാണ്. നിങ്ങൾ ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്ന ആളാണോ? ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ